2 4 6 8 10 12 അങ്ങനെ 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 നമ്മൾ എണ്ണി നോക്കുക. ഈ ഒരു ചെയിനുള്ള ഭാഗം പോലെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇങ്ങനെ കൗണ്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര സ്റ്റിച്ചസ് അപ്പോൾ സ്റ്റിച്ചസ് കിട്ടിയെന്ന്. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അധികം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക കേട്ടോ. റിമൂവ് ചെയ്തിട്ട് 12 സ്റ്റിച്ചേ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കറിൻ്റെ എത്തി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച ഈ ഒരു ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. വീണ്ടും നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഈ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ആണല്ലോ നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1 ചെയ്തു, ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യാം. അപ്പോൾ 2 എണ്ണം ചെയ്തു. ഈ ഒരു ചെയിനിൽ 2 എണ്ണം ചെയ്തു കണ്ടോ. ഈ ഒരു ചെയിനിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2 1 2 1 2 1 2 1 അങ്ങനെ. 2 എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. 2 എണ്ണം ചെയ്യുക. 1 2 1 2 അങ്ങനെ ആ ഒരു പാറ്റേൺ ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 എണ്ണം ചെയ്തു, പിന്നെ 1 ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ 2 എണ്ണം ചെയ്യണം. 2 1 2 1 2 1 എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ തേർഡ് റൗണ്ടിൽ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് എഴുതി വെക്കണം. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും 2 എണ്ണം വീതം ചെയ്തു. തേർഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 2 1 2 1 2 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചസ് ആണ് കേട്ടോ. ഇനി അടുത്ത ഇതിൽ 2 എണ്ണം ചെയ്യാം. അടുത്തതിൽ 1 ചെയ്യാം. അപ്പോൾ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യണേ. അത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ഓരോ റൗണ്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 2 ലൂപ്പ് യൂസ് ചെയ്യണം. 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ചസ് ചെയ്യാൻ. അപ്പോൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. 6 എണ്ണം ചെയ്തു, അത് 12 ആയി. 12ന് നമ്മൾ പിന്നെ 18 ആയി. തേർഡ് റൗണ്ടിൽ പിന്നെ നമുക്ക് 18 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കർ വെച്ച അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഫോർത്ത് റൗണ്ടാണ്. 1 2. അപ്പോൾ 1 ചെയ്തതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കണം. സ്റ്റാർട്ടിങ് ചെയിനിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചെയിനിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ 1 ആണ് ചെയ്യുന്നത്. 1 ചെയ്തു. അടുത്ത ചെയിനിൽ അതുപോലെ തന്നെ 1 ചെയ്യാം. അപ്പോൾ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 1 1 2 1 1 2 1 1 എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 എന്ന് പറയുന്നത് ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. പിന്നെ 1 എന്ന് പറയുന്നത് ഒരു ചെയിനിൽ 1 ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 2 എണ്ണം ചെയ്തു, ഇവിടെ 1 ചെയ്തു, 1 ചെയ്തു, 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ 2 എണ്ണം ചെയ്തു, പിന്നെ 1 1 ചെയ്തു, പിന്നെ അടുത്തതിൽ 2 ചെയ്തു. ഇനി അടുത്തതിൽ 2 എണ്ണം ചെയ്യുക.
ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലിപ്പോൾ 2 ചെയ്തു, 1 1 ചെയ്തു. ഇനി ഇതിൽ ഒന്നും കൂടി 2 എണ്ണം ചെയ്ത് കൊടുക്കാം. 1 ചെയ്യുക, 1 ചെയ്യുക. അടുത്തതിൽ 2 ചെയ്യുക, 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ. ടു ചെയ്തു. ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യുക, 1 1. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യുക, 2. അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യുക, 1 1. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യുക, അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യുക,